ഡൽഹിയിൽ കൂട്ടക്കൊലപാതകം. മുൻ കമാൻഡോയുടെ കുടുംബം കൊല്ലപ്പെട്ട നിലയിൽ മാതാപിതാക്കളും മകളുമാണ് കൊല്ലപ്പെട്ടത്. സ്ഥലത്ത് ഫോറൻസിക് സംഘം പരിശോധന നടത്തി. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ ഈ സംഭവ സ്ഥലത്ത് നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ദക്ഷിണ ഡൽഹിയിലെ നേബ്സറായിൽ ദേവിലി ഗ്രാമത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇന്ന് രാവിലെ ഡൽഹിയെ ഞെട്ടിച്ച കൂട്ടക്കൊലപാതകം നടന്നത് ഇവിടെയാണ്. ഈ കൊല്ലപ്പെട്ട ഒരു റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ രാജേഷ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ കോമൾ, മകൾ കവിത എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ഇന്ന് രാവിലെ 5 മണിക്കും 7 മണിക്കും ഇടയിലാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത്. മകൻ, പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെയായ മകൻ രാവിലെ പ്രഭാത സവാരിക്കായി പോയ സമയത്താണ് ഈ കൊലപാതകം. ഇദ്ദേഹം തിരികെ എത്തിയപ്പോഴാണ് മാതാപിതാക്കളെയും സഹോദരിയെയും കൊല്ലപ്പെട്ട നിലയിൽ വീട്ടിനുള്ളിൽ കണ്ടെത്തിയത്. 3 പേരെയും കത്തി ഉപയോഗിച്ച് കൊലപ്പെടുത്തിയ നിലയിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. രാജേഷിൻ്റെ തലയിലും കഴുത്തിലും മുറിവേറ്റിട്ടുണ്ട്. മറ്റ് 2 പേരുടെയും കഴുത്തിലാണ് മുറിവേറ്റിരിക്കുന്നത്. ഈ മുറിവുകൾ തന്നെയാണ് മരണത്തിന് കാരണമെന്നാണ് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം. ഇപ്പോൾ പോലീസ് എത്തി മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയിരിക്കുകയാണ്. ഫോറൻസിക് സംഘം, വിരലടയാള വിദഗ്ധർ ഉൾപ്പെടെയുള്ളവർ പരിശോധന നടത്തി വരികയാണ്. ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത് സമീപത്തുള്ള വീടിൻ്റെ ബാൽക്കണി വഴി വീടിനകത്ത് കയറിയാണ് കൊലപാതകം നടത്തിയത് എന്നാണ് പ്രാഥമികമായ പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ എന്താണ് ഈ കൊലപാതകത്തിന് കാരണം എന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും വ്യക്തത ഇല്ല. അതുകൊണ്ട് തന്നെ സമീപവാസികളിൽ നിന്ന് ഉൾപ്പെടെ പോലീസ് മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാട്ടുകാരെ ഉൾപ്പെടെ ഇത് വലിയ തോതിൽ തന്നെ ഈ ഒരു കൊലപാതകം ഞെട്ടിച്ചിട്ടുണ്ട്. ജി ക്യാ ഹുവാ, കൈസെ പതാ ചൽ ഗയാ ആപ്കോ? हमें तो सुबह 5 बजे लड़का रोता हुआ आया, जब पता चला। अभी रात की टाइम में पता नहीं किसने क्या कर दिया। कितने साल से वो इधर रहता है? हमें तो मकान हो गए 30 साल यहाँ पे। उसी टाइम से वो भी है? वे बाद में आए हैं। मकान अपना कमांडो हैं, कोई ऐसे बात थोड़ी है। अच्छे हाथ पे तगड़े हैं, 4 आदमी के काबू में नहीं आवे। ये तो सोचते मैं कर दिया काम। അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വ്യക്തത ഈ അന്വേഷണത്തിലൂടെ മാത്രമേ വരൂ എന്നാണ് പോലീസിൻ്റെ വിശദീകരണം. ദേവിലി ഗ്രാമത്തിൽ നിന്നും ജിജീന്ദ്രനൊപ്പം ബൽറാം നെടുങ്ങാടി, 24.